അപ്പൊ നമ്മളെ ചലഞ്ചിലേക്ക് പോകാം. ഞാനല്ലേ ഞാനാ സത്യം പറഞ്ഞ എനിക്ക് തോന്നുന്നത് രണ്ടാളും ഉദ്ദേശിച്ചത് ഒന്നാണോ എന്നോട്ട്. ചെരുപ്പാണോ? നിങ്ങൾ ചെരുപ്പാണോ? യൂസ് ചെയ്യും തോറും അത് ചെറുതായി പോകും. മൃഗാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ് ഇന്നൊരു ചെറിയ ചലഞ്ച് ആയിട്ട് വന്നിട്ടുള്ള ഫിബിയ. അതെ ഗൈസ്, ചലഞ്ച് പറഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ്ങില് പോകുന്ന ഒരു ചലഞ്ച് ഉണ്ട് അല്ലേ? പേരൊന്നും നമുക്ക് അറിയില്ല. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ പേരിട്ട് കപ്പിൾസ് ചലഞ്ച്. അങ്ങനെയൊന്നുമില്ല, അത് അതിന്റെ പേര് ഞാൻ കണ്ടാണ്, കപ്പിൾസ് ട്രെൻഡിങ് ചലഞ്ചിന്. ആ വസ്തു ആലോചിച്ചു എന്നിട്ട് നമ്മളിങ്ങനെ ഗസ്റ്റ് ചെയ്താണ് ചോദിക്കും. ആ ഒരു സാധനമാണ്, മനസ്സിലായി? വസ്തുവല്ല, ഞാനൊന്ന് എന്റെ ചിന്തയിലൊന്നുണ്ടാവും, ഓളെ ചിന്തയിലൊന്നുണ്ടാവും. മീൻസ് ഉണ്ടല്ലേ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചാല് ഇന്റത് അവൾ എങ്ങനെയെങ്കിലും ഇങ്ങനെ ചോദിച്ച് അവള് കണ്ടെത്തണം. അവളത് ഞാൻ ഇതേമാതിരി ചോദിച്ച് കണ്ടെത്തണം. അപ്പൊ നമ്മള് രണ്ട് വസ്തുക്കൾ, ഇവള് ഒരു വസ്തു ഞാനൊരു വസ്തു ചിന്തിക്കാൻ പോവുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം നമ്മളില്ല, 3 തവണ ഉണ്ടാവുള്ളൂ. ഓവർ ലെങ്ത് പോണില്ല. ഓവർ ലെങ്ത് പോയാൽ എങ്ങൾക്കും അത് ബോറായി തോന്നും. അപ്പൊ നമ്മളെ ചലഞ്ചിലേക്ക് പോകാം. അപ്പൊ ഗൈസ് ഫസ്റ്റ് ഞാന് ആലോചിക്കാട്ടോ. ഞാനിങ്ങനെ ആലോചിക്കാണ്. ഞാൻ ആലോചിച്ചത് ഇതാണ്, ഈ സാധനം എന്റെ മൈൻഡിലുള്ളത്. എന്റെ മൈൻഡിലുള്ളത് ഇത്. ഓക്കെ. അപ്പൊ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ പോവാണ്. ജീവനുള്ള വസ്തുവാണോ? ജീവനുള്ള വസ്തു അല്ല. എല്ലാരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണോ? എന്റെ ജീവനുള്ള വസ്തുവാ? എന്റെ ജീവനുള്ള വസ്തു അല്ല. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വസ്തുവാണ്. എന്റേതോ? കോമൺ ആയിട്ട് യൂസ് ചെയ്യണതാ? കോമൺ ആയിട്ട് യൂസ് ചെയ്യണ ആണ്. ഓക്കെ. പിന്നെ കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് രണ്ടാളും ഉദ്ദേശിച്ചത് ഒന്നാണോ എന്നോട്ട്. സത്യം പറയാലോ, ഇതൊരു ഇതില്ല കേട്ടോ. എന്താണല്ലേ, ഞങ്ങള് പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. പഠിച്ചോ നേര് പ്ലാനിങ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കഥ വരാതെ കാര്യം പറയും. പിന്നെ എന്താണ്, സ്മെല്ലുണ്ടോ? സ്മെല്ലില്ല. എന്റേതോ? സ്മെല്ലുണ്ട്. ഉണ്ടോ? സ്മെല്ലില്ല നിങ്ങളത്? സ്മെല്ല് എന്ന് പറഞ്ഞാല് ഒട്ടും സ്മെല്ലില്ല. അങ്ങനെ സ്മെല്ല് നമ്മള് മണക്കൊന്നും ഇല്ല. ആ സാധനം നമ്മളെപ്പോഴും മണക്കണ സാധനമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റേതോ? നമ്മൾ നല്ല സ്മെല്ലുണ്ടാവും. ചിലത് നല്ല സ്മെല്ലുണ്ടാവും, ചിലത് ചില ബാഡ് സ്മെല്ലാവും, ചിലത് നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ലാണ്. അപ്പൊ അല്ലാ തോന്നുന്നേ. നമ്മൾ ഉദ്ദേശിച്ച ചീർപ്പാണോ? ചീർപ്പ് അല്ല. പൗഡർ അല്ല. എന്തെങ്കിലും മേക്കപ്പ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ? എന്റേതോ? മേക്കപ്പ് ഒന്നും ചീപ്പാ, ചീർപ്പാ, പൗഡറാ, മേക്കപ്പ് പരമായിട്ടാ? അല്ല, ഇന്റതും അല്ല. ഇവിടെ ഇരിക്കെ. മണൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ? ഒന്നും കൂടി ക്ലൂ ഉണ്ടോ? എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? പിന്നെ ഞാൻ പറയാം. പിന്നെ എങ്ങനെ യൂസ് ചെയ്യണാണ് എന്റെ? ഇന്റത് വെള്ളത്തിൽ യൂസ് ചെയ്യണ. വെള്ളത്തിൽ യൂസ് ചെയ്യണതാ? ഇന്റത് വെള്ളത്തിൽ യൂസ് ചെയ്യാ, അല്ലാത്തപ്പോൾ യൂസ് ചെയ്യാ. എങ്ങനെ യൂസ് ചെയ്യാ സംഭവം? അത് യൂസ് ചെയ്യണം എല്ലാരും യൂസ് ചെയ്യും. എല്ലാരും യൂസ് ചെയ്യും. എന്റേതോ? കൈപ്പാട്ടണോ? കുളിക്കണ കോപ്പ, വെള്ളം. എന്റേത് എല്ലാരും യൂസ് ചെയ്യും. എല്ലാരും യൂസ് ചെയ്യും. ചെരുപ്പാണോ? നിങ്ങൾ ചെരുപ്പാണോ? ചെരുപ്പാണ് നിങ്ങളത്? അങ്ങനൊക്കെ ചോദിച്ചാ മതിയാ? നിങ്ങളുടെ ചെരുപ്പല്ലേ? എന്റെ പറയും, ഗസ്റ്റ് ചെയ്ത് പറയും. ഞാൻ ഒരു കൊണ്ട് തരാം. ചെരുപ്പിട്ടാ? ഓക്കെ. ഇന്റത് നമ്മള് യൂസ് ചെയ്യും തോറും അത് ചെറുതായി പോകും. സോപ്പ്. ആ ക്ലൂ കൊടുത്തോണ്ടാണ്. അപ്പൊ രണ്ടാളും ജയിച്ചിരിക്കുന്നു ഗായ്സ്. ഇനി അടുത്ത് ഇതേമാതിരി ഒന്നും കൂടി ഗസ് ചെയ്യാൻ പോവാട്ടാ. നല്ല ടഫ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇനി ഗസ് ചെയ്യാൻ പോണത്. അപ്പൊ എന്തും ഗസ് ചെയ്യാം. എന്ത് സാധനം നമുക്ക് ഗസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ ഗസ് ചെയ്ത് ഇതാണ്. ഞാൻ ഗസ് ചെയ്ത് ഇതാണ് കേട്ടോ. ഓക്കെ.
നീ ചോദിക്ക, ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് നേരത്തെ ചോദിച്ചു, ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കേ. എന്റെ ജീവനുള്ള വസ്തു? ആ ജീവനുള്ള വസ്തു. നിങ്ങളുടെ ജീവനുള്ള വസ്തു? ജീവനുള്ള വസ്തു അല്ല. ഓക്കെ. കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റൂല. ആ വസ്തുവിനെ കഴിക്കാൻ പറ്റൂല. കഴിക്കാൻ പറ്റുമെന്ന് വെച്ചാല് ചില നേരത്തെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും, കഴിക്കാൻ തോന്നും. കഴിക്കാൻ തോന്നും. ജീവനുള്ള വസ്തുവാണ്, അപ്പൊ കഴിക്കാൻ തോന്നും. ചില നേരത്തെ നമുക്കത് എന്താ കഴിക്കാനല്ല, കഴിക്കാൻ പറ്റൂല. കഴിക്കാൻ പറ്റൂല. അപ്പൊ എന്നോട് ചോദിക്ക്, കഴിക്കാൻ പറ്റുമോ? ഇത് കഴിക്കാൻ പറ്റൂല. കഴിക്കാൻ പറ്റൂല. ജീവമില്ലാത്ത വസ്തുവാണ്. മേക്കപ്പ് പരമായിട്ട് എന്തെങ്കിലും ആണോ? എന്റേത് മേക്കപ്പ് പരമായിട്ടാ? അല്ല അല്ല, ജീവനുള്ള വസ്തു അല്ല എന്റേത്. ജീവ ഉള്ള വസ്തുവല്ല, ജീവമില്ലാത്ത വസ്തുവല്ലേ. അപ്പൊ പച്ചക്കറി അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ പറ്റണമല്ല. ഫ്രൂട്ട്സ് പരമായിട്ട് അല്ല. ഓർണമെന്റ്സ് പരമായിട്ട് ഇല്ല. എന്റേതോ? എന്റെ ജീവനുള്ള വസ്തുവാണല്ലോ അല്ലേ? എന്റെ ജീവനുള്ള വസ്തുവാണ്. എന്താ പറയാ, ജീവനുള്ള വസ്തുവാണ്. രണ്ട് കാലും രണ്ട് കയ്യോ അങ്ങനെ 4 കാലുള്ള ആളാ? 4 കാല് അത്രക്കൊന്നും ക്ലൂവില് കൊണ്ടുപോകാൻ പറ്റൂല. എന്നാലും നോക്കട്ടെ, എത്ര കാലുണ്ട്? 2 കാലും 2 കൈയുള്ള വസ്തുവാണ്. ആണ്. മനുഷ്യനാണ്. മൃഗത്തിലുണ്ടല്ലോ 2 കാല് 2 കൈയുള്ള വസ്തുക്കള്. കൊരങ്ങന? അതൊന്നും പറയില്ലേ, കൊരങ്ങനല്ല. ജീവനുള്ള വസ്തുവാണ്. ജീവനുള്ള വസ്തുവാണ്. നമ്മളെ വീട്ടിലുള്ള വസ്തുവാ? നമ്മളെ വീട്ടിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആ വസ്തുവിനെ? പരിസരത്തോ എവിടെയെങ്കിലും? പിന്നെ പരിസരത്തൊക്കെ ഉണ്ട്. 2 കൈയും 2 കാലുള്ള വസ്തുവാണ്. എന്താ, ഭക്ഷിക്കാന് പറ്റൂല. അതിനെ ചിലവര് ഇല്ല, പറ്റൂല. ചിലവര് ഭക്ഷിക്കും. ചിലവര് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല, ഭക്ഷിക്കാൻ പറ്റൂല. ഇങ്ങനത്തെ പറ. ഇന്റത് ബുക്ക്, പെന്ന് അങ്ങനത്തെ ഒന്നല്ല. ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉള്ള സാധനമാണ്. ഒരു സൗണ്ട് ഉള്ള സാധനം. സ്പീക്കറാണോ? സൗണ്ട് ഉള്ള സാധനമാണ്. അത് കുറെ ആൾക്കാര് മൈക്ക് അങ്ങനല്ല, ഒരു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ്. ഒരു വലിയ വലിയ പ്രോഗ്രാം അമ്പലത്തില് പള്ളിക്കലൊക്കെ പ്രോഗ്രാമിനൊക്കെ ഉണ്ടാവുമ്പോ ഉള്ള സാധനമാണ്. ചെണ്ടയാണോ? കറക്റ്റ് അല്ലേ? ഇന്റത് എന്താ പറയാ, ജീവനുള്ള വസ്തുവാണ്. നമ്മളെ വീട്ടിന്റെ ഇവിടൊക്കെ പരിസരത്തൊക്കെ ഉണ്ട്. എന്താണ്, ചില നേരത്തെ നമുക്ക് എന്താ പറയാ, ചില നേരത്തെ അതിന്റെ കാട്ടിക്കൂട്ടലാണ് നമുക്ക് കൊല്ലാൻ തോന്നും അതിനെ. പിന്നെ പറയില്ല, ഞാൻ 2 കൈ 2 കൈ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷിയില് പെട്ടതൊന്നുമല്ല. അതൊന്നും പറഞ്ഞില്ല. ഇനി പറഞ്ഞ അങ്ങനത്തെ ഒന്നും ക്ലൂ തരില്ല. പക്ഷിയിലെ മൃഗത്തിലെ പെട്ടാണോ? മൃഗാണ്. മൃഗത്തിൽ പെട്ടതാ. ഞാനാ അപ്പൊ 2-ല് 2 ജയിച്ചിരിക്കുന്നു. ഇടക്ക് തിന്നാൻ പറ്റുന്നു. ഞാൻ തിന്നലുണ്ട്, കടിച്ച് മാന്തി പറിച്ച് തിന്നലുണ്ട്. അപ്പൊ നെക്സ്റ്റ് അടുത്തിട്ടാ. അടുത്ത് ഞാൻ ചിന്തിച്ചത് ഇതാണ്. ഞാൻ ചിന്തിച്ചത് ഇതാണ്. ഓക്കെ. ഞാൻ ചിന്തിച്ചത് ഒരു ജീവനുള്ള വസ്തുവാണ്. ഞാനല്ലേ? ഞാനാ? സത്യം പറഞ്ഞ അത് വേണ്ടട്ടോ ഗൈസ്, അതില്ല. നമ്മള് വേറെ പുതിയത് ചിത്രീകരിക്കാണ്. ഓക്കെ, ഞാൻ പുതിയതിട്ടാ. ഞാൻ ചിന്തിച്ചത് ഇതാണ്. ഗൈസ്. ഓക്കെ. ഞാൻ ചിന്തിച്ചതിന് ജീവല്ല. ഞാനും ചിന്തിച്ചതിന് ജീവല്ല. ഇല്ല. തിന്നാൻ പറ്റുമോ? തൊട്ടുകൂട്ടാൻ പറ്റുന്ന സാധനമാണ്. അച്ചാറാ, ചമ്മന്തിയാ, മയോണൈസോ? തൊട്ടുകൂട്ടാൻ പറ്റുന്ന സാധനമാണ്, പക്ഷെ കഴിക്കൂല. തൊട്ടുകൂട്ടാ പക്ഷെ കഴിക്കൂല. എന്താ?
അന്റതോ? എന്തിലേക്കാ തൊട്ട് കൂട്ടാൻ പറ്റുക? തൊട്ട് കൂട്ടാനേ പറ്റുള്ളൂ. പക്ഷെ തൊട്ട് നാമൊക്കെ പറ്റുമോ? പിന്നെ എന്താ തൊട്ട് കൂട്ടാൻ ഉദ്ദേശം എന്താ? അത് ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, തൊട്ട് കൂട്ടാൻ പറ്റും പക്ഷെ കഴിക്കാൻ പറ്റൂല. ഓക്കെ, അന്റെ തൊട്ട് കഴിക്കാൻ പറ്റുന്ന വസ്തുവാ? എന്റെ കഴിക്കാൻ പറ്റുന്ന വസ്തു. പഴവർഗ്ഗങ്ങളിൽ പെട്ടതാ? പഴവർഗ്ഗങ്ങളിലും ഫ്രൂട്ട്സിലും ഒക്കെ പെടും. പഴവർഗ്ഗങ്ങളിലും ഫ്രൂട്ട്സിലൊക്കെ പെടും. അപ്പോ പിന്നെ ഏകദേശം ഷേപ്പ് എങ്ങനെ? ഷേപ്പ് ഇങ്ങനെ ഉരുണ്ടിട്ടാ. തേങ്ങ? തേങ്ങ ഫ്രൂട്ട്സിൽ പെട്ടതാ? അതൊന്നും പറ, പഴവർഗ്ഗങ്ങളിൽ പെട്ടതാ. പഴവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയും ഫ്രൂട്ട്സും മിക്സ് ആക്കിയാണ് പെട്ട സാധനമാണ്. ഓക്കെ. ഇന്റത് എന്ന് പറഞ്ഞാല് ബിസിനസിന്റെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അടുത്ത് മെയിൻ ആയിട്ട് ഉണ്ടാവും സാധനം. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്. പിന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അല്ല എന്താ? അല്ല ടാബ്. ബിസിനസിന്റെ ആൾക്കാർക്ക് അധികം കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ആണ്. പിന്നെന്താ? മൗസോ, കീബോർഡ്? അതൊന്നുമല്ല. ഇത്രയും ഞാൻ പറഞ്ഞു. അതിനൊരു പേരുണ്ട്, ആ പേര് ഇജ്ജ് പറയണോ? അല്ല ഇപ്പൊ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പറഞ്ഞാല് അതൊന്നും ഞാൻ പറഞ്ഞില്ല. കീബോർഡ് ആണോ? അല്ലല്ല, അങ്ങനത്തെ ഒരു അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എന്താ ഞാൻ പഴവർഗ്ഗാണോ പച്ചക്കറി വർഗ്ഗാണോ പറഞ്ഞോ? അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണോ? ആണ് നോക്ക. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ടാബ്, ഐപാഡ്, ഫോണ്. അന്റത് എങ്ങനത്തെ പറയ്? ഇന്റത് പഴവർഗ്ഗവും പച്ചക്കറി വർഗ്ഗവും. നമ്മൾ ഇന്ന് കഴിച്ചിട്ടുണ്ടാ? ഇന്ന് കഴിച്ചതാ? ഇന്ന് എന്താ കഴിച്ചൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് കഴിച്ചില് പെട്ടെന്തെങ്കിലും സാധനം? നമ്മൾ സാധാരണ വീട്ടില് കൊണ്ടുവരുന്ന സാധനം? വീട്ടിലൊക്കെ കൊണ്ടുവരലൊക്കെ ഉണ്ട്. തക്കാളിയാ? ഉള്ളി? ഉള്ള പച്ചക്കറി മൊത്തം അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് പറയാൻ പാടുള്ളൂ. കറക്റ്റ് എയില് പെട്ടതാ? പച്ചക്കറിയിലും പെടും, പഴവർഗ്ഗത്തിലും അത് പെടും. പച്ചക്കറി വാങ്ങുമ്പോഴും അത് വാങ്ങലുണ്ട്, ഫ്രൂട്ട്സ് വാങ്ങുമ്പോഴും അത് വാങ്ങലുണ്ട്. പൊന്നോടി ഇരിക്കേ. അല്ല നിങ്ങളത് ഇതാണോ? കമ്പ്യൂട്ടർ ആണോ? പിന്നെ എന്താ പറയാ? എങ്ങനെയാ പറയാ? ഇജ്ജ് പറയണോ? ഇജ്ജാണ് തൊള്ളന്ന് പറഞ്ഞാല് അത് അവസാനിക്കുള്ളൂ. പൊട്ടത്തിയെ ഇതില്ല, ഒട്ടയാണ്, ഇതിനൊന്നും അറിയില്ല. അല്ല, ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാരെന്താ തൊട്ടുകൂട്ടാ? ഇത് കമ്പ്യൂട്ടറിൽ തൊട്ടുകൂട്ടും, നമ്മള് കീബോർഡ് വെച്ചാൽ തൊട്ടുകൂട്ടും. പിന്നെന്താ തൊട്ടുകൂട്ടുക? ഇത്രയും പറഞ്ഞിട്ട് കിട്ടിയില്ല. ഒന്നൂടി ക്ലൂ ഉണ്ടോ? ഇനി ക്ലൂ ഇല്ലേ? അന്റെ പഴവർഗ്ഗങ്ങളില് പെട്ടാണ്, ഫ്രൂട്ട്സ് പരമായിട്ട് പെട്ടാണ്. അത് നമ്മള് സാധാരണ കൃഷി ചെയ്തുണ്ടാക്കുവോ? നമ്മൾ സാധാരണ കൃഷി ചെയ്തുണ്ടാക്കൊന്നുമില്ല. ഉണ്ടാക്കാൻ വിചാരിച്ചവർക്കൊക്കെ ഉണ്ടാക്കാം. റംബുട്ടാൻ. പിന്നെന്താ? ഒഴിച്ച്. കക്കരിക്ക. അന്റതോ? ചോദിച്ചാ? കാൽക്കുലേറ്റർ. എല്ലാ ബിസിനസ്സിലും ബിസിനസ് എന്ന് പറഞ്ഞാല് ഒരു പച്ചക്കറി കട ആയാലും ബിസിനസ്സാണ്, പലചരക്ക് കട ആയാലും ബിസിനസ്സാണ്, എല്ലാ കാര്യങ്ങളും ബിസിനസ്സാ. എല്ലാരും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഫോണിൽ യൂസ് ചെയ്യും കാൽക്കുലേറ്റർ. അതേമാതിരി കാൽക്കുലേറ്റർ പറഞ്ഞ സാധനം തന്നെ ഇല്ലേ? മതിയാ? നമുക്ക് ഇയാച്ചുവിന്റെ പാട്ട് കേൾക്കാം. ഇയാച്ചൂടെ ഇരിക്കേ. ഇയാച്ചു ചലഞ്ച് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി നമ്മളെ ലിയാച്ചുവിന്റെ മറിയേ ആ പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ് ഗായ്സ്. പാട് മറിയേ, പാട്. അപ്പൊ ഇനി വേറെ ഇനി നമ്മളിങ്ങനെ ചോദിക്കും. A for apple, B for ball, C for cat, D for dog, E for dog, E for elephant. ഇനി എന്റെ കുട്ടി 1 2 3 എണ്ണോട്ടെ ഗൈസ്. 1 2 എണ്ണിക്ക. 1 2 3 4 5 6 7 8 9 10.
ഗൈസ് ഇനി ജോണി പടി കൊടുത്താം. Jadi papa, ijanai papa, jalanai papa, aku lagi ഭാഷ ഒന്നും മനസ്സിലാവില്ല, എന്നാലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഒക്കെ പാടും ഗൈസ്. പാടും ഗൈസ്. ഇനിയതാ ഇനി ഏത് പാട്ടാ എനിക്ക് അറിയാം? ഏത് പാട്ടല്ല അറിയാം? kaki. കാക്കി പാട്. Kaki kurane, kutigana kunyana, kunyore, okina അത് ജോണി എസ് പാപ്പന്റെ ലാസ്റ്റ് എത്തി ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങളെ ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാല് നിങ്ങള് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. എന്തൊക്കെ ചെയ്യണ്ടി? ലൈക്ക് ചെയ്യാ പറയും lagi, ഗൈസ്. ലൈക്ക് ചെയ്യൂ പറയും, lagi, ഷെയർ ചെയ്യൂ, കമന്റ് ഇടോ, kalau സപ്പോർട്ട് ചെയ്യോ. ലിയുവിന് ഇഷ്ടപ്പെട്ടാല് നിങ്ങള് ലിയുവിന് ലൈക്ക് കൊടുക്കിട്ട ഫസ്റ്റ് തന്നെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. bye, അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. bye.